ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ തകർത്ത് കൊടുത്തിരിക്കുകയാണ് രേവതിയെ ചൂട് പിടിപ്പിച്ച് എത്രയും വേഗം തന്നെ ആമിയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണമെന്ന് കരുതിയ ശ്രുതിയുടെ ലക്ഷ്യങ്ങളൊക്കെ പാളിപ്പോയിരിക്കുകയാണ്. എല്ലാവരെയും വിളിച്ചു വരുത്തുക എന്നത് ശ്രുതി തന്നെയാണ്. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഇവൾ എന്നെ ശ്രുതി ആമിയും സച്ചിയേട്ടനും കൂടി ഇരിക്കുന്നതും സംസാരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാറുണ്ട്. അങ്ങനെ അത് കണ്ട് എൻ്റെ മനസ്സ് വേദനിപ്പിച്ച് ഞാൻ എത്രയും വേഗം ആമിയെ ഇവിടെ നിന്നിട്ട് പറഞ്ഞയക്കണം, അതാണ് ശ്രുതിയുടെ ആവശ്യം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അത് കേൾക്കുമ്പോൾ ശ്രുതിയെ കുറ്റപ്പെടുത്തുകയാണ്. എന്തിനാണ് ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നൊക്കെയുണ്ട്. അച്ഛനും എല്ലാവരും ചേർന്നിട്ട് അങ്ങനെ ശ്രുതി നാണം കെട്ട് അവിടെ നിന്നും പോകുകയും ചെയ്യുകയാണ്. എന്തായാലും ആമിക്ക് പോകേണ്ട സമയമാവുകയാണ്. ആമി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ആമി ഇത് നമ്മുടെ നീലിമയുടെ ആളല്ല എന്ന് ശ്രുതിക്കും ശ്രുതിക്കും മനസ്സിലാകുന്നുണ്ട്. അതൊക്കെ അവരുടെ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് മനസ്സിലാകുകയാണ്. അതുപോലെ തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. രേവതിയോടും പറയുന്നുണ്ട്, രേവതിയോട് പറയാണ്, നിന്നെ ഒരുപാട് ഇഷ്ടമാണ് സച്ചിക്ക്, അതുകൊണ്ട് ആ സച്ചിയെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കാലം സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ സച്ചിയെ അങ്ങ് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. നിന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലടാ, നീ എന്നും എൻ്റെ സുഹൃത്ത് തന്നെയായിരിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവളെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വീഴുകയാണ്. അത് കണ്ടിരിക്കുന്ന നമ്മുടെ രേവതിക്കും വിഷമം വരുന്നുണ്ട്. രേവതിയും ആ വീൽ ചെയറിലിരുന്നിട്ട് അവളും സങ്കടപ്പെടുകയാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ആമി അവിടെ നിന്നും പോകുന്ന ഭാഗമാണ് എന്തായാലും നാളെ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.